ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാൻഡ് ഫോംസ് ക്രിയേറ്റഡ് ബൈ ജിയോമോർഫിക് ഏജന്റ് എന്ന് പറയുന്ന ഭാഗത്തെ സെക്കൻഡ് ക്ലാസ് ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജിയോമോർഫിക് ഏജൻസിലെ റിവർ എന്ന് പറയുന്ന ജിയോമോർഫിക് ഏജന്റിനെ കുറിച്ചും ആ റിവറിൻ്റെ 3 സ്റ്റേജസും അവരുണ്ടാക്കുന്ന ലാൻഡ് ഫോംസും കണ്ടിരുന്നു. ഇന്ന് നമ്മൾ അതുപോലെ തന്നെ 2 ജിയോമോർഫിക് ഏജൻസിനെ കുറിച്ച് പഠിക്കുകയാണ്. ഒന്ന് ഗ്രൗണ്ട് വാട്ടർ, 2 ഗ്ലേഷ്യേഴ്സ്. അപ്പോൾ നമുക്ക് അധികം താമസമില്ലാതെ തന്നെ ക്ലാസ്സിലോട്ട് കിടക്കാം. ലാൻഡ് ഫോംസ് ക്രിയേറ്റഡ് ബൈ ഗ്രൗണ്ട് വാട്ടർ. ലാൻഡ് ഫോംസ് ക്രിയേറ്റഡ് ബൈ ഗ്രൗണ്ട് വാട്ടറിന് നമ്മൾ പൊതുവേ പറയുന്ന പേര് കാസ്റ്റ് ടോപ്പോഗ്രഫി എന്നാണ്. അപ്പോൾ UPSC പ്രിലിംസ് മെയിൻസ് പരീക്ഷകൾക്ക് കാസ്റ്റ് ടോപ്പോഗ്രഫി എന്നായിരിക്കും ചോദിക്കുക. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് വാട്ടർ ഫോം ചെയ്യുന്ന ലാൻഡ് ഫോംസ് എന്നാണ്. ഇനി എങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഈ ഒരു ടോപ്പോഗ്രഫി കാണുക? ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു ടെറൈൻ, ആ ടെറൈൻ ഫോം ചെയ്തിരിക്കുന്നത് ലൈം സ്റ്റോൺസോ ഡോളമൈറ്റ്സോ കൊണ്ടാണെങ്കിലാണ് നമുക്കവിടെ ഗ്രൗണ്ട് വാട്ടർ ടോപ്പോഗ്രഫി കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ലൈം സ്റ്റോൺസിൻ്റെയും ഡോളമൈറ്റിൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് സൊല്യൂഷൻ എന്ന കെമിക്കൽ വെതറിങ് നടക്കാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളാണ്. നമ്മൾ സൊല്യൂഷൻ എന്താണ് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടതാണ്. സൊല്യൂഷൻ എന്ന വെതറിങ് നടക്കുന്ന സ്ഥലങ്ങളാണ് ഡോളമൈറ്റ് ഉള്ള സ്ഥലങ്ങളും അതുപോലെ തന്നെ ലൈം സ്റ്റോൺ ഉള്ള സ്ഥലങ്ങളും. ഇത്തരം സ്ഥലങ്ങളിൽ മഴവെള്ളം വരുമ്പോഴോ അല്ലെങ്കിൽ റിവറിൻ്റെ വാട്ടർ ഗ്രൗണ്ടിലോട്ട് പെർക്കുലേറ്റ് ചെയ്യപ്പെടുമ്പോഴോ ആ ഒരു സ്ഥലത്തെ റോക്സ് ഇറോഡ് ചെയ്യപ്പെടാം. അതായത് റെയിൻഫോൾ ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ റണ്ണിങ് വാട്ടർ, റിവർ പോലെയുള്ള സ്ഥലങ്ങളിൽ വാട്ടർ താഴോട്ടേക്ക് പെർക്കുലേറ്റ് ചെയ്യപ്പെടുമ്പോഴോ അവിടുത്തെ ഈ റോക്സിന് അത് ഇറോഡ് ചെയ്യാം. അങ്ങനെ ഇറോഡ് ചെയ്തിട്ടാണ് ഗ്രൗണ്ട് വാട്ടർ ടോപ്പോഗ്രഫി ഉണ്ടാകുന്നത്. ഇനി ഗ്രൗണ്ട് വാട്ടറും റിവറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? റിവർ എന്ന് പറയുന്നത് എർത്തിൻ്റെ സർഫസിലൂടെ ഒഴുകുന്ന വാട്ടറിനെയാണ് പറയുന്നത്. ഗ്രൗണ്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ ക്രസ്റ്റിനുള്ളിലൂടെ ഒഴുകുന്ന വാട്ടറാണ് ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത്. ഇത് എർത്ത് ക്രസ്റ്റ് ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൂടെ ആയിരിക്കും ആരൊഴുകുന്നത്? ഗ്രൗണ്ട് വാട്ടർ ഒഴുകുന്നത്. എന്നാൽ റിവർ ഒഴുകുന്നത് ഇതിൻ്റെ സർഫസിലൂടെ ആയിരിക്കും. അതാണ് റിവറും ഗ്രൗണ്ട് വാട്ടറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ഗ്രൗണ്ട് വാട്ടർ ലാൻഡ് ഫോംസ് ഉണ്ടാവുന്നത് 2 പ്രോസസ്സുകൾ വഴിയാണ്. ഒന്ന് സൊല്യൂഷൻ, 2 പ്രസിപ്പിറ്റേഷൻ. എന്താണ് സൊല്യൂഷൻ? ഞാൻ നിങ്ങളോട് പറഞ്ഞു ലൈം സ്റ്റോണും ഡോളമൈറ്റും ഇത് രണ്ടും വാട്ടർ സോല്യൂബിൾ മെറ്റീരിയൽസ് ആണ്. ഈ 2 റോക്സും വാട്ടർ സോല്യൂബിളായിട്ട് ഇറോഡ് ചെയ്യപ്പെടാം. അപ്പോൾ അത് ഇറോഡ് ചെയ്യപ്പെടുന്ന പ്രോസസ്സാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഈ വെള്ളത്തിൽ ലയിച്ച് നഷ്ടപ്പെടുന്ന ലൈം സ്റ്റോൺ അല്ലെങ്കിൽ ഡോളമൈറ്റ് എവിടെയാണോ ഈ വെള്ളം ചെന്ന് ചേരുന്നത്, എവിടെയാണോ ഈ വാട്ടർ ചെന്ന് ചേരുന്നത് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടാം. ആ പ്രോസസ്സിനെയാണ് പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടറിൽ ഡിസോൾവ് ആയി റോക്ക് നഷ്ടപ്പെടുന്ന പ്രോസസ്സാണ് സൊല്യൂഷൻ. ഇനി അങ്ങനെ വാട്ടറിൽ ഡിസോൾവ് ആവുന്ന മെറ്റീരിയൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന പ്രോസസ്സിനെയാണ് പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുക. അപ്പോൾ സൊല്യൂഷൻ പ്രസിപ്പിറ്റേഷൻ പ്രോസസ്സുകൾ വഴിയാണ് ഗ്രൗണ്ട് വാട്ടർ ലാൻഡ് ഫോംസ് ഫോം ചെയ്യുന്നത്. ഇനി വേൾഡിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്, ആഡ്രിയാറ്റിക് സീയിൽ വരുന്ന ബാൽക്കൻ ഏരിയ. ഈ ബാൽക്കൻ ഏരിയയിലാണ് നല്ല രീതിയിൽ നമുക്ക് ഗ്രൗണ്ട് വാട്ടർ ലാൻഡ് ഫോംസ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ഇന്ത്യയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ബേലം കേവ്സിലും അതുപോലെ തന്നെ ബോറ കേവ്സിലും നമുക്ക് ഈ കാസ്റ്റ് ടോപ്പോഗ്രഫി കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കാസ്റ്റ് ടോപ്പോഗ്രഫി എന്നാൽ എന്താണ്? ഗ്രൗണ്ട് വാട്ടർ ഫോം ചെയ്യുന്ന ലാൻഡ് ഫോംസിനെയാണ് കാസ്റ്റ് ടോപ്പോഗ്രഫി എന്ന് പറയുന്നത്. എല്ലാ ടെറൈനിലും കാസ്റ്റ് ടോപ്പോഗ്രഫി പോസിബിൾ ആണോ? അല്ല. വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള റോക്സ് ഉള്ള സ്ഥലങ്ങളിലാണ് ഈ ഒരു ടോപ്പോഗ്രഫി കാണാനായിട്ട് സാധിക്കുന്നത്. എക്സാമ്പിളാണ് ലൈം സ്റ്റോണും ഡോളമൈറ്റും ഉള്ള സ്ഥലങ്ങൾ.
ഇനി ഇതിൽ ഏതൊക്കെ പ്രോസസ്സ് വഴിയാണ് ഈ ലാൻഡ് ഫോംസ് ഉണ്ടാകുന്നത്? സൊല്യൂഷൻ ആൻഡ് പ്രസിപ്പിറ്റേഷൻ എന്ന 2 പ്രോസസ്സുകൾ വഴിയാണ് ഇവിടെ ലാൻഡ് ഫോംസ് ഉണ്ടാകുന്നത്. ഇത് മെയിനായിട്ട് കാണുന്നത് ബാൾക്കൻ ഏരിയാസിലാണ്. അതുപോലെ ഇന്ത്യയിലാണെങ്കിൽ ബേലം കേവ്സിലും ബോറ കേവ്സിലും നമുക്കിത് കാണാനായിട്ട് സാധിക്കും. ഇനി ഏതൊരു ലാൻഡ് ഫോമിലും നമുക്കറിയാം 2 ടൈപ്പ് ലാൻഡ് ഫോംസ് ആണ് ഉണ്ടാവുക. ഏതൊരു ജിയോമോർഫിക് ഏജൻറ്റും 2 ടൈപ്പ് ലാൻഡ് ഫോംസ് ആണ് ഉണ്ടാക്കുക. ഇറോഷണൽ ലാൻഡ് ഫോംസും അതുപോലെ തന്നെ ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസും. 2 തരം ലാൻഡ് ഫോംസ് ആണ് ഉണ്ടാക്കുക. ഇറോഷണൽ ലാൻഡ് ഫോമും ഡെപ്പോസിഷണൽ ലാൻഡ് ഫോമും. അപ്പോൾ അതിൽ ഇറോഷണൽ ലാൻഡ് ഫോമുകളാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അപ്പോൾ ഗ്രൗണ്ട് വാട്ടർ ഉണ്ടാക്കുന്ന ഇറോഷണൽ ലാൻഡ് ഫോംസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ കാസ്റ്റ് ടോപ്പോഗ്രഫിയിൽ വരുന്ന ഇറോഷണൽ ലാൻഡ് ഫോംസ് ഏതൊക്കെയാണ്? കാസ്റ്റ് ടോപ്പോഗ്രഫിയിൽ മെയിനായിട്ട് വരുന്ന ഇറോഷണൽ ലാൻഡ് ഫോംസ് എന്ന് പറയുന്നത് സ്വാളോ ഹോൾസ്, സിങ്ക് ഹോൾസ്, ഡൊളൈൻസ്, വാലാസ് ഓർ സിങ്ക് വാലീസ്, ലാപ്പിസ് ഓർ റിഡ്ജസ്, ലൈംസ്റ്റോൺ പേയ്മെൻറ്റ്സ്, കേവ്സ് ആൻഡ് ടണൽസ്. ഇത്രയുമാണ് പ്രധാനമായും ഇവിടെ വരുന്ന ഇറോഷണൽ ലാൻഡ് ഫോംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓരോ ഇറോഷണൽ ലാൻഡ് ഫോമും എന്താണ് എന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അപ്പോൾ നിങ്ങൾക്കത് കുറച്ചും കൂടെ ക്ലിയർ ആകും. ഓക്കെ, എന്താണ് സ്വാളോ ഹോൾസ്? സ്വാളോ ഹോൾസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഒരു സ്ഥലത്ത് ഗ്രൗണ്ട് വാട്ടർ പെർക്കുലേറ്റ് ചെയ്ത് ആ ഒരു റീജിയനിൽ ഉണ്ടാവുന്ന സ്മോൾ ഡിപ്രഷൻസിനെയാണ് സ്വാളോ ഹോൾസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നത് ഒരു സ്വാളോ ഹോൾസ് ആണ്. ഈ സ്വാളോ ഹോൾസ് ഉണ്ടാവാൻ കാരണം ഈ ഒരു പർട്ടിക്കുലർ ഡിപ്രഷൻ കാണുന്നതിൻ്റെ താഴെ ഗ്രൗണ്ട് വാട്ടർ ഇറോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. കുറേ നാൾ ഗ്രൗണ്ട് വാട്ടർ കൊണ്ട് അവിടുത്തെ റോക്സ് ഇറോഡ് ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ ആ ഒരു ഭാഗം താഴോട്ടേക്ക് ഇരുന്നു പോകും. അങ്ങനെയാണ് സ്വാളോ ഹോൾസ് ഫോം ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ പലപ്പോഴും പത്രത്തിൽ വായിക്കാറുണ്ട്, വീടുകൾ അപ്രത്യക്ഷമായി, കിണറുകൾ അപ്രത്യക്ഷമായി എന്നൊക്കെ. എന്തുകൊണ്ടാണ് ഇത് അപ്രത്യക്ഷമാകുന്നത്? അതായത് ഈ വീടിരിക്കുന്ന ഭാഗങ്ങളിൽ അല്ലെങ്കിൽ കിണറിരിക്കുന്ന ഭാഗങ്ങളിൽ താഴെ ഭാഗത്തൂടെ അതിൻ്റെ ബോട്ടം ലെയേഴ്സിലൂടെ ഗ്രൗണ്ട് വാട്ടർ പോകുന്നുണ്ടാവും. ഈ ഗ്രൗണ്ട് വാട്ടർ പോകുന്ന സ്ഥലങ്ങളിൽ കുറച്ച് കഴിയുമ്പോൾ ഗ്രൗണ്ട് വാട്ടർ എന്ത് ചെയ്യും? ഗ്രൗണ്ട് വാട്ടർ ഇല്ലാതെയാവും. ആ ഗ്രൗണ്ട് വാട്ടർ ഇല്ലാതെയാവാൻ പല കാരണങ്ങളുണ്ട്. ഗ്രൗണ്ട് വാട്ടർ ഇല്ലാതാവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് എക്സസീവ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടറാണ്. അതായത് ഇറിഗേഷൻ പർപ്പസിന് വേണ്ടി കിണറുകളിൽ നിന്ന് വെള്ളം എക്സസ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ ഡിപ്ലീറ്റ് ചെയ്യും. ഇങ്ങനെ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ ഡിപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ഥലത്ത് വാക്വം ക്രിയേറ്റ് ചെയ്യപ്പെടും. വെള്ളം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ സ്ഥലത്ത് വാക്വം ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ അതിന് മുകളിലുള്ള ഏരിയാസിൽ എന്ത് സംഭവിക്കും? ഡിപ്രഷൻസ് ഉണ്ടാവും. കാരണം അതിന് മുകളിലുള്ള ഏരിയാസ് പയ്യെ ഒന്ന് താഴോട്ടേക്ക് ഇരുന്ന് പോവും. കാരണം അതിൻ്റെ താഴെ കൂടെയുള്ള ആ വാട്ടർ ടേബിള് കുറയുന്നത് കൊണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്ന സ്മോൾ ഡിപ്രഷൻസിനെയാണ് സ്വാളോ ഹോൾസ് എന്ന് പറയുന്നത്. ഇനി ഈ സ്വാളോ ഹോൾസ് കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ഫണൽ ഷേപ്ഡ് ഡീപ്പ് ഹോളായിട്ട് മാറും. ഇതിനെയാണ് നമ്മൾ സിങ്ക് ഹോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷാലോ ഡിപ്രഷൻസിനെയാണ് നമ്മൾ സ്വാളോ ഹോൾ എന്ന് പറയുന്നത്. ഈ സ്വാളോ ഹോൾസ് വീണ്ടും ഡെപ്തിലോട്ട് പോയി കഴിഞ്ഞാൽ, വീണ്ടും ഇറോഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ഫണൽ ഷേപ്പിലുള്ള ഡെപ്തുള്ള ഡിപ്രഷൻസ് ആയി മാറും. അതിനെയാണ് നമ്മൾ സിങ്ക് ഹോൾസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിൽ സിങ്ക് ഹോള് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഡെപ്ത് കൂടുതലാണ് ഡിപ്രഷന്. ഇനി കുറേ സ്വാളോ ഹോൾസ് അല്ലെങ്കിൽ കുറേ സിങ്ക് ഹോൾസ് അടുത്തടുത്താണ് ഇരിക്കുന്നതെങ്കിൽ, ഇത് കുറേ സിങ്ക് ഹോൾസ് ആണ് ഇരിക്കുന്നത്. സിങ്ക് ഹോൾസ് അല്ലെങ്കിൽ സ്വാളോ ഹോൾസ് അടുത്തടുത്തിരിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ഇവർ എൻലാർജ് ചെയ്യപ്പെടും. ഇറോഷൻ കാരണം ഇവർ എൻലാർജ് ചെയ്യപ്പെടും. ഇവർ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യപ്പെടും. അങ്ങനെ പരസ്പരം കണക്ട് ചെയ്തുണ്ടാവുന്ന വാലീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സിങ്ക് വാലീസ് അഥവാ വാലാസ് എന്ന് വിളിക്കും. അപ്പോൾ വാല അഥവാ സിങ്ക് വാലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണക്റ്റഡ് സിങ്ക് ഹോൾസ് ആണ്, അല്ലെങ്കിൽ കണക്റ്റഡ് സ്വാളോ ഹോൾസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വാല ഓർ സിങ്ക് വാലി എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തതാണ് ലാപ്പിസ്. ലാപ്പിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഡ്ജ് ലൈക്ക് ഫോർമേഷൻസ് ആണ്. എന്താണ് റിഡ്ജ്? അതായത് ഉയർന്നു നിൽക്കുന്ന ടൈപ്പ് സംഭവങ്ങൾ. നമുക്കറിയാം
തിണ്ട് പോലെ ഇരിക്കുന്ന സാധനങ്ങൾ, പാടവരമ്പത്ത് നിങ്ങൾ തിണ്ടൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പം അങ്ങനെ തിണ്ട് പോലെ ഇരിക്കുന്ന സംഭവങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിഡ്ജ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു സ്ഥലത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഗ്രൗണ്ട് വാട്ടർ ഒഴുകിക്കൊണ്ടിരുന്നാൽ ആ സ്ഥലത്തുള്ള സോഫ്റ്റ് റോക്സിന് അല്ലെങ്കിൽ ആ സ്ഥലത്തുള്ള കാൽസ്യം കാർബണേറ്റ് റോക്സിനെ അത് ഡിസോൾവ് ചെയ്ത് എടുത്തു കളയും. ബാക്കി വരുന്ന ഹാർഡ് റോക്ക് സ്ട്രക്ചേഴ്സ് അങ്ങനെ തന്നെ നിലനിൽക്കും. അങ്ങനെ ഉണ്ടാവുന്ന റിഡ്ജ് ലൈക്ക് ഫോർമേഷൻസ് ആണ് ലാപ്പിസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഈ ഒരു ഭാഗത്തേക്കൂടെ മുൻപ് വെള്ളം ഒഴുകിയിരുന്നു. ആ വെള്ളം ഒഴുകിയിരുന്ന അതേ ഡയറക്ഷനിൽ തന്നെ ഈ റോക്സ് സോല്യൂബിളായി നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ബാക്കി വരുന്ന ഭാഗം ഒരു റിഡ്ജ് പോലെ ഫോം ചെയ്തിരിക്കുകയാണ്. ഇതിനെയാണ് ലാപ്പിസ് എന്ന് പറയുന്നത്. ഇനി ഈ ലാപ്പിസിൻ്റെ മുകൾ ഭാഗം കുറച്ച് കഴിയുമ്പോൾ ഇറോഷൻ വഴി ഫ്ലാറ്റൻഡ് ആയി മാറും. അതിനെയാണ് നമ്മൾ പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള ലാപ്പിസിനെയാണ് പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇതിന് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്? യൂഷ്വലി നമ്മൾ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തിനെയാണ്? നടപ്പാതകളെയാണ്. അപ്പോൾ ഈ ലാപ്പിസ് എന്ന് പറയുന്ന പിക്ചറിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അതിൻ്റെ മുകൾ ഭാഗം കുറച്ചുകൂടെ റൗണ്ടഡ് ആണ്. റൗണ്ടഡ് ആണെങ്കിൽ നമുക്കതിൽ കൂളായിട്ട് നടക്കാനായിട്ട് സാധിക്കില്ല. എന്നാൽ കുറേ നാൾ ഇറോഷൻ നടന്ന് ഈ റൗണ്ടഡ് പോർഷൻ ഫ്ലാറ്റായി മാറും. അങ്ങനെ ഫ്ലാറ്റായി മാറുമ്പോഴാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നത്? പേയ്മെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ ഇത്രയും കണ്ടതെല്ലാം ഇറോഷണൽ ലാൻഡ് ഫോംസ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ ആയിരുന്നു. അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസിലോട്ട് വരാം. അപ്പോൾ ഇറോഷണൽ ലാൻഡ് ഫോം ഓഫ് ഗ്രൗണ്ട് വാട്ടറിൽ വരുന്ന ഫസ്റ്റ് ലാൻഡ് ഫോമാണ് സിങ്ക് ഹോൾസ്. സിങ്ക് ഹോൾസ് അല്ല, സ്വാളോ ഹോൾസ്. സ്വാളോ ഹോൾസ് എന്ന് പറഞ്ഞാൽ സ്മോൾ ഡിപ്രഷൻസ് ക്രിയേറ്റഡ് ബൈ ഗ്രൗണ്ട് വാട്ടർ ടോപ്പോഗ്രഫിയാണ്. ഇനി ഈ ഗ്രൗണ്ട് വാട്ടർ കൊണ്ടുണ്ടാവുന്ന ഈ സ്വാളോ ഹോൾസ് അത് ഡീപ്പൺ ചെയ്ത് ഫണൽ ഷേപ്പ് ആവുകയാണെങ്കിൽ നമ്മളതിനെ സിങ്ക് ഹോൾ എന്ന് വിളിക്കും. ഇനി ഈ സിങ്ക് ഹോൾസ് കുറേ അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്വാളോ ഹോൾസ് അടുത്തടുത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ ഇത് ഭാവിയിൽ കണക്ട് ചെയ്യപ്പെടും. അതിനെ നമ്മൾ സിങ്ക് വാലീസ് അല്ലെങ്കിൽ എന്ത് വിളിക്കും? വാല എന്ന് വിളിക്കും. ദെൻ ഒരു സ്ഥലത്തേക്കൂടെ കണ്ടിന്യൂസ്ലി ഗ്രൗണ്ട് വാട്ടർ ഒഴുകുമ്പോൾ ആ സ്ഥലത്തുണ്ടായിരുന്ന ഇറോഷന് വിധേയമാകുന്ന റോക്സ്, അതായത് ഡോളമൈറ്റ്, കാൽസ്യം കാർബണേറ്റ് റോക്സ് ഒക്കെ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഹാർഡ് റോക്സ് ഒരു റിഡ്ജ് ലൈക്ക് ഫോർമേഷൻസ് ആയിട്ട് മാറും. അതിനെയാണ് ലാപ്പിസ് എന്ന് പറയുന്നത്. ഇതേ ലാപ്പിസിൻ്റെ മുകൾ ഭാഗം ഫ്ലാറ്റ് ആയി കഴിഞ്ഞാൽ അത് പേയ്മെൻറ്റ്സ് ആയി മാറും. ഇനി അടുത്തൊരു ലാൻഡ് ഫോമാണ് കേവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കേവ്സ് ആണ്. നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ അറിയാം ഇത് കേവ് ഫോർമേഷനാണ്. അതായത് എവിടെയെങ്കിലും വെള്ളം ഇങ്ങനെ പെർക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ക്രസ്റ്റാണ് എന്ന് വിചാരിക്കുക. ഈ ക്രസ്റ്റിനുള്ളിൽ വെള്ളം പെർക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ക്രസ്റ്റിനുള്ളിൽ എന്ത് സംഭവിക്കും? ഈ ഭാഗങ്ങളിൽ വെള്ളം പെർക്കുലേറ്റ് ചെയ്യുന്ന ഭാഗങ്ങളിൽ പയ്യെ പയ്യെ വാട്ടറിൽ ഡിസോൾവ് ആയിട്ട് മെറ്റീരിയൽസ് പോകാൻ തുടങ്ങും. അത് കേവ് ഫോർമേഷൻസിന് കാരണമാകും. നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നത് പോലെയുള്ള കേവ് ഫോർമേഷൻസ് ഫോം ചെയ്യും. ഇനി ഇതേ കേവ്സിൻ്റെ ഒരു കേവ് ഫോം ചെയ്തു. കേവിൻ്റെ രണ്ട് സൈഡ് ഓപ്പൺഡ് ആയി കഴിഞ്ഞാൽ അതെന്തായി മാറും? അത് ടണൽസ് ആയിട്ട് മാറും. അപ്പോൾ കേവ്സ് എങ്ങനെ ഫോം ചെയ്യുന്നു? അതായത് മുകളിൽ നിന്ന് വരുന്ന വാട്ടർ ഡ്രിപ്പ് ചെയ്ത് താഴോട്ട് പോകുമ്പോൾ അത് ഡ്രിപ്പ് ചെയ്യുന്നതിനനുസരിച്ച് ഉള്ളിലുള്ള സ്ട്രക്ചേഴ്സിനെ ഇറോഡ് ചെയ്യും. അങ്ങനെ ഫൈനലി അത് ഇറോഡ് ചെയ്ത് ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് കേവ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്ന പോലെയുള്ള സംഭവങ്ങൾ. ഇനി ഇതേ കേവ്സിൻ്റെ രണ്ട് സൈഡ് ഓപ്പൺഡ് അപ്പ് ആവുകയാണെങ്കിൽ അതിനെ നമ്മൾ ടണൽസ് എന്ന് പറയും. അപ്പോൾ ഈ കേവ്സും ടണൽസും ഇറോഷണൽ ലാൻഡ് ഫോമിൽ തന്നെ വരുന്നതാണ്. അപ്പോൾ ഇതോടുകൂടി ഇറോഷണൽ ലാൻഡ് ഫോംസ് ഓഫ് കാസ്റ്റ് ടോപ്പോഗ്രഫി കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ് ഓഫ് കാസ്റ്റ് ടോപ്പോഗ്രഫിയാണ്. കാസ്റ്റ് ടോപ്പോഗ്രഫിയിൽ 3 ഡെപ്പോസിഷണൽ ഫീച്ചേഴ്സാണ് വരുന്നത്. അതിൽ വരുന്ന ഡെപ്പോസിഷണൽ ഫീച്ചേഴ്സാണ് സ്റ്റാലക്കൈറ്റ്സ്, സ്റ്റാലഗ്മൈറ്റ് ആൻഡ് പില്ലേഴ്സ്. ഇത് നിങ്ങളെല്ലാവരും തന്നെ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയിട്ടുള്ളവരായിരിക്കും. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ വീട്ടിലെ ഫ്രിഡ്ജിൻ്റെ ഫ്രീസർ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം മുകളിൽ നിന്ന് ഐസ് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത്. അതായത് ഐസ് ഫോർമേഷൻസ് ഇങ്ങനെ വന്നിരിക്കുന്ന കാണാൻ പറ്റും. അതുപോലെ തന്നെ
താഴേന്ന് മുകളിലോട്ട് ഐസ് ഫോർമേഷൻസ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സെയിം പ്രോസസ്സ് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അതായത് വാട്ടർ ഡിസോൾവ് ആയിട്ട് വരുന്ന കാൽസ്യം കാർബണേറ്റ് ഈ വാട്ടർ താഴോട്ടേക്ക് ഡ്രിപ്പ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഹാങ്ങിങ് സ്ട്രക്ചേഴ്സ് ആയിട്ട് മാറും. അങ്ങനെ അത് ഹാങ്ങിങ് സ്ട്രക്ചേഴ്സ് ആയിട്ട് മാറുമ്പോൾ, ഈ ഒരു സംഭവം ഹാങ്ങിങ് സ്ട്രക്ചേഴ്സ് ആയിട്ട് മാറുമ്പോൾ നമ്മൾ അതിനെ സ്റ്റാലക്കൈറ്റ്സ് എന്ന് വിളിക്കും. അതായത് മുകളിൽ നിന്ന് വെള്ളം ഡ്രിപ്പ് ചെയ്തിട്ടാണ് ഗ്രൗണ്ട് വാട്ടറായി മാറുന്നത്. അപ്പോൾ ഈ മുകളിൽ നിന്ന് വെള്ളം ഡ്രിപ്പ് ചെയ്യുന്ന സമയത്ത് അത് കാൽസ്യം കാർബണേറ്റിനെ ഡിസോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് ആ വാട്ടർ വരുന്നത്. അപ്പോൾ ആ വാട്ടറിലുള്ള കാൽസ്യം കാർബണേറ്റ് ഇങ്ങനെ മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ആ ഡെപ്പോസിഷൻസിനെയാണ് സ്റ്റാലക്കൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഈ സ്റ്റാലക്കൈറ്റ്സ് വീഴുന്ന സ്ഥലങ്ങളിൽ താഴെയായിട്ട് ഈ വെള്ളം ഡ്രിപ്പ് ചെയ്ത് താഴെ വീഴുമ്പോൾ താഴെയും കാൽസ്യം കാർബണേറ്റ്സ് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടാം. അങ്ങനെ കാൽസ്യം കാർബണേറ്റ് ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഉയരാനായിട്ട് തുടങ്ങും. ഇതിനെയാണ് നമ്മൾ സ്റ്റാലഗ്മൈറ്റ്സ് എന്ന് പറയുന്നത്. സ്റ്റാലഗ്മൈറ്റ് എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഫോം ചെയ്യുന്ന ലാൻഡ് ഫോംസ് ആണ്. അതുപോലെ ആ വെള്ളം താഴെ വീണ് കഴിയുമ്പോൾ താഴേന്ന് പൊങ്ങി വരുന്ന ഫോർമേഷൻസിനെയാണ് സ്റ്റാലഗ്മൈറ്റ് എന്ന് പറയുന്നത്. കുറേ കാലം കഴിയുമ്പോൾ ഇവരിങ്ങനെ മുകളിലോട്ടും താഴോട്ടും വന്ന് ഇവർ തമ്മിൽ ഫ്യൂസ് ചെയ്യപ്പെടും. അങ്ങനെ ഫ്യൂസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരെ നമ്മൾ എന്ത് വിളിക്കും? പില്ലർ എന്ന് വിളിക്കും. അതിനെ പില്ലർ എന്ന് വിളിക്കും. അപ്പോൾ ഇതാണ് 3 ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ് ഓഫ് കാസ്റ്റ് ടോപ്പോഗ്രഫി എന്ന് പറയുന്നത്. ഒന്ന് സ്റ്റാലക്കൈറ്റ്. സ്റ്റാലക്കൈറ്റ് എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഹാങ്ങിങ് ചെയ്ത് കിടക്കുന്ന ലാൻഡ് ഫോംസ്. ഇതേ ലാൻഡ് ഫോമിൽ നിന്ന് വരുന്ന വാട്ടർ താഴെ വന്ന് അക്യൂമുലേറ്റ് ചെയ്തുണ്ടാവുന്ന ലാൻഡ് ഫോംസിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്റ്റാലഗ്മൈറ്റ് എന്ന് പറയുക. ഇനി സ്റ്റാലഗ്മൈറ്റും കൂടെ ഭാവിയിൽ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ പില്ലർ എന്ന് പറയും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഗ്രൗണ്ട് വാട്ടർ ലാൻഡ് ഫോംസിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഗ്രൗണ്ട് വാട്ടർ ലാൻഡ് ഫോംസ് ഏകദേശം നമ്മുടെ കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ഗ്രൗണ്ട് വാട്ടർ ലാൻഡ് ഫോംസ് അറിയപ്പെടുന്നത് കാസ്റ്റ് ടോപ്പോഗ്രഫി എന്നാണ്. ഇത് മെയിനായിട്ട് കാണുന്നത് 2 ടൈപ്പ് റോക്സിലാണ്, ലൈം സ്റ്റോൺസിലും ഡോളമൈറ്റ്സിലും. ഇതുണ്ടാവുന്നത് 2 പ്രോസസ്സുകൾ വഴിയാണ്, സൊല്യൂഷനും പ്രസിപ്പിറ്റേഷനും. വേൾഡിൽ ഇത് കാണാനായി സാധിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ആൻഡ്രിയാറ്റിക് സീയുടെ റീജിയൻസിലാണ്, ബാൽക്കൻ ഏരിയാസിൽ. ഇന്ത്യയിൽ ഇത് കാണുന്നത് ബേലം കേവ്സിലും ബോറ കേവ്സിലും ആണ്. ഇനി ഇറോഷണൽ ലാൻഡ് ഫോംസ് ഓഫ് കാസ്റ്റ് ടോപ്പോഗ്രഫിയിൽ വരുന്നതാണ് സ്വാലോ ഹോൾസ്. സ്വാലോ ഹോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സ്മോൾ ഡിപ്രഷൻസ് ക്രിയേറ്റഡ് ബൈ ഗ്രൗണ്ട് വാട്ടർ ടോപ്പോഗ്രഫി. ഈ സ്വാലോ ഹോൾസ് വീണ്ടും ഇൻഡെപ്തിലോട്ട് വരുമ്പോൾ ഫണൽ ഷേപ്പിലോട്ട് മാറുകയാണെങ്കിൽ അതിനെ നമ്മൾ സിങ്ക് ഹോൾ എന്ന് പറയും. ഇനി ഒന്നിലധികം സ്വാലോ ഹോൾസ് അല്ലെങ്കിൽ സിങ്ക് ഹോൾസ് പരസ്പരം കണക്ട് ചെയ്യപ്പെട്ടാൽ അതിനെ നമ്മൾ വാല അല്ലെങ്കിൽ സിങ്ക് വാലി എന്ന് വിളിക്കും. അടുത്തതായി ഒരു ഏരിയയിലൂടെ ഗ്രൗണ്ട് വാട്ടർ കണ്ടിന്യൂസ് ആയിട്ട് ഒഴുകുകയാണെങ്കിൽ ആ ഏരിയയിലെ സോഫ്റ്റ് റോക്സിനെ അത് ഇറോഡ് ചെയ്ത് കളയും. ബാക്കി വരുന്ന ഹാർഡ് റോക്സ് റിഡ്ജ് ലൈക്ക് ഫോർമേഷൻസ് ആയിട്ട് മാറും. ഇതിനെയാണ് ലാപ്പിസ് എന്ന് വിളിക്കുന്നത്. ഈ ലാപ്പിസിൻ്റെ മുകൾ ഭാഗം ഭാവിയിൽ ഫ്ലാറ്റൻഡ് ആയിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ പേയ്മെൻറ്റ്സ് എന്ന് വിളിക്കും. ഇനി ഗ്രൗണ്ട് വാട്ടർ താഴോട്ടേക്ക് പെർക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അത് പെർക്കുലേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന ലാൻഡ് ഫോംസ് ആണ് കേവ്സ് എന്ന് പറയുന്നത്. ഈ കേവ്സിൻ്റെ 2 ഭാഗം ഓപ്പൺ ആവുകയാണെങ്കിൽ അത് ടണൽസ് ആയിട്ട് മാറും. അടുത്തതായിട്ട് ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ് ഓഫ് കാസ്റ്റ് ടോപ്പോഗ്രഫി ആണ്. അതിൽ 3 ലാൻഡ് ഫോംസ് ആണ് വരിക. സ്റ്റാലക്കൈറ്റ്സ്, മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന ലാൻഡ് ഫോം. സ്റ്റാലഗ്മൈറ്റ്, താഴെ നിന്ന് മുകളിലോട്ട് പോകുന്ന ലാൻഡ് ഫോം. ഇത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്യുന്ന പില്ലേഴ്സ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ കാസ്റ്റ് ടോപ്പോഗ്രഫി കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലാൻഡ് ഫോംസ് ക്രിയേറ്റഡ് ബൈ ഗ്ലേഷ്യേഴ്സ്. ഗ്ലേഷ്യൽ ലാൻഡ് ഫോംസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഗ്ലേഷ്യൽ ലാൻഡ് ഫോംസിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഇറോഷണൽ ലാൻഡ് ഫോംസ് ആണ്. ഗ്ലേഷ്യൽ ലാൻഡ് ഫോംസിലെ ഇറോഷണൽ ലാൻഡ് ഫോംസ് ആണ് സിർക്ക്, ടാൺ ലേക്ക്, ഹോൺ, അരീറ്റ്, ഗ്ലേഷ്യൽ വാലീസ് ആൻഡ് ഫിജോൾസ്.
അപ്പോൾ എന്താണ് സിർക്ക് എന്ന് പറയുന്നത്? നിങ്ങളെല്ലാവരും തന്നെ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടാവും. നമ്മൾ ഐസ്ക്രീം കഴിക്കുമ്പോൾ ഐസ്ക്രീം എന്താ ചെയ്യുന്നത്? സ്കൂപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഐസ്ക്രീം നമ്മൾ സ്കൂപ്പ് ചെയ്തെടുക്കുമ്പോൾ ആ സ്കൂപ്പ് ചെയ്തെടുത്ത സ്ഥലങ്ങളിൽ ചെറിയ ഡിപ്രഷൻസ് കാണാറുണ്ട്. അതുപോലെ തന്നെയാണ് ഒരു മൗണ്ടൻ്റെ മുകളിൽ നിന്ന് ഗ്ലേഷ്യർ പൊട്ടി താഴോട്ട് വരുമ്പോൾ ആ ഗ്ലേഷ്യർ പൊട്ടി വരുന്ന ഭാഗത്ത് ഡിപ്രഷൻസ് ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ സിർക്ക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സിർക്ക് എന്ന് വിളിക്കുന്നത് ഷാലോ ഡിപ്രഷൻസ് അല്ലെങ്കിൽ ഡിപ്രഷൻസ് ക്രിയേറ്റഡ് ബൈ ഗ്ലേഷ്യേഴ്സിനെയാണ്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഈ ഗ്ലേഷ്യർ പൊട്ടി ബ്രേക്ക്ഡ് ആയിട്ട് ആ ഗ്ലേഷ്യർ താഴോട്ടേക്ക് ഒഴുകി വരും. ആ ഗ്ലേഷ്യേഴ്സ് വരുന്ന സ്ഥലങ്ങളെയാണ് ഗ്ലേഷ്യൽ വാലി എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ഈ കാണുന്നതാണ് എന്ത്? ഗ്ലേഷ്യൽ വാലി. അപ്പോൾ ഗ്ലേഷ്യൽ വാലി എന്ന് പറഞ്ഞാൽ ഏതിലൂടെയാണോ ഗ്ലേഷ്യേഴ്സ് വരുന്നത് അതിനെയാണ് ഗ്ലേഷ്യൽ വാലി എന്ന് പറയുന്നത്. ഇനി സിർക്ക് എന്താണ് എന്ന് ഞാൻ പറഞ്ഞു. ഡിപ്രഷൻസ് ക്രിയേറ്റഡ് ബൈ ഗ്ലേഷ്യേഴ്സ്. ഈ ഡിപ്രഷൻസിൽ വെള്ളം വന്ന് കെട്ടിക്കിടക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ടാൺ ലേക്ക് എന്ന് വിളിക്കും. അപ്പോൾ സിർക്കിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനെയാണ് ടാൺ ലേക്ക് എന്ന് വിളിക്കുന്നത്. ഇനി രണ്ട് ഗ്ലേഷ്യൽ വാലീസ് അടുത്തടുത്തുണ്ടെങ്കിൽ ആ രണ്ട് ഗ്ലേഷ്യൽ വാലീസിന് ഇടയിലായിട്ട് നിൽക്കുന്ന എലവേറ്റഡ് ലാൻഡ് ഫോം, സോ ലൈക്ക് എലവേറ്റഡ് ലാൻഡ് ഫോംസിനെയാണ് നമ്മൾ അരീറ്റ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ അരീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ സിർക്ക് പഠിച്ചു. സിർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലേഷ്യേഴ്സ് പൊട്ടിപ്പോരുമ്പോൾ അവിടെ ഫോം ചെയ്യുന്ന ഡിപ്രഷൻസ് ആണ് സിർക്ക് എന്ന് പറയുന്നത്. ഈ സിർക്കിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണെങ്കിൽ ഐസ് ഉരുകിയോ അല്ലെങ്കിൽ മഴ പെയ്തോ വെള്ളം വന്ന് വാട്ടർ കളക്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിനെ നമ്മൾ ടാൺ ലേക്ക് എന്ന് വിളിക്കും അല്ലേ. ഇനി അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു എന്താണ്, രണ്ട് ഗ്ലേഷ്യൽ ലേക്സിന് ഇടയിൽ കാണുന്ന എലവേറ്റഡ് ലാൻഡ് ബോഡീനെയാണ് നമ്മൾ അരീറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്താണ് ഹോൺ. എന്താണ് ഹോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഹോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഹോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൗണ്ടൻ്റെ 4 സൈഡിൽ നിന്നും സിർക്ക് ഫോം ചെയ്ത് കഴിഞ്ഞാൽ മൗണ്ടൻ്റെ മിഡിൽ പോർഷൻ എലവേറ്റ് ചെയ്ത് വരും. അതിനെയാണ് നമ്മൾ ഹോൺ എന്ന് വിളിക്കുക. ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു മൗണ്ടൻ ഉണ്ട്. അതിൻ്റെ ഈ സൈഡിൽ നിന്നും സിർക്ക് ഫോം ചെയ്യുന്നു, ഇവിടെ നിന്നും ഫോം ചെയ്യുന്നു, ഇവിടെ നിന്നും ഫോം ചെയ്യുന്നു. അപ്പോൾ ഒരു മൗണ്ടൻ്റെ 4 സൈഡിൽ നിന്നും സിർക്ക് ഫോം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മിഡിൽ പോർഷൻ എലവേറ്റഡ് ആയി നിൽക്കും. അതിനെയാണ് നമ്മൾ ഹോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി ലാസ്റ്റ് ഇറോഷണൽ ലാൻഡ് ഫോം ആണ് ഫിജോർഡ്സ് എന്ന് പറയുന്നത്. എന്താണ് ഫിജോർഡ്സ് എന്ന് പറഞ്ഞാൽ? ഫിജോർഡ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതായത് ഒരു മൗണ്ടൻ ഉണ്ട്, ആ മൗണ്ടൻ്റെ അടിവാരത്തിൽ സീ ആണ് എന്ന് വിചാരിക്കാം. അങ്ങനെയെങ്കിൽ ഈ മൗണ്ടനിൽ ഒരു ഗ്ലേഷ്യൽ വാലി ഫോം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു ഗ്ലേഷ്യർ ഇവിടെ നിന്ന് തെന്നി കടലിലോട്ട് വീണ് കഴിഞ്ഞാൽ ഈ ഗ്ലേഷ്യൽ വാലിയുടെ ഉള്ളിലോട്ട് എന്ത് സംഭവിക്കും? സീ വാട്ടർ ഇനണ്ടേറ്റ് ചെയ്യും. അതിനെയാണ് ഫിജോർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിജോർഡ്സ് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ കോസ്റ്റൽ ലാൻഡ് ഫോം ആണ്, മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഗ്ലേഷ്യൽ ലാൻഡ് ഫോം കൂടെ ആണ്. അപ്പോൾ ഫിജോർഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു മൗണ്ടൻ, ആ മൗണ്ടനിൽ നിന്ന് ഗ്ലേഷ്യർ വരുന്ന വാലി, ആ വാലിയുടെ അടിത്തട്ടിൽ ഓഷ്യൻ വാട്ടർ കയറിയിരിക്കുകയാണെങ്കിൽ അതിനെയാണ് ഫിജോർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിജോർഡ്സ് ക്യാൻ ബി ഇൻക്ലൂഡഡ് ഇൻ കോസ്റ്റൽ ലാൻഡ് ഫോംസ് ആൻഡ് ഗ്ലേഷ്യൽ ലാൻഡ് ഫോം. ഫിജോർഡ്സിനെ നമുക്ക് ഗ്ലേഷ്യൽ ലാൻഡ് ഫോംസിലും ഉൾപ്പെടുത്താം, അതുപോലെ തന്നെ കോസ്റ്റൽ ലാൻഡ് ഫോംസിലും ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇറോഷണൽ ലാൻഡ് ഫോംസ് ഓഫ് ഗ്ലേഷ്യേഴ്സ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ് ഓഫ് ഗ്ലേഷ്യേഴ്സ് ആണ്. അപ്പോൾ ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ് ഓഫ് ഗ്ലേഷ്യേഴ്സിൽ മെയിനായിട്ട് വരുന്നത് ഗ്ലേഷ്യൽ ടിൽ, മൊറൈൻസ് തന്നെ അത് കാണുന്നത് എവിടെയാണോ അതിനനുസരിച്ച് നമ്മൾ ലാറ്ററൽ മൊറൈൻ, ടെർമിനൽ മൊറൈൻ, മീഡിയൽ മൊറൈൻ, ഗ്രൗണ്ട് മൊറൈൻ എന്ന് തിരിച്ചിരിക്കുന്നു. ദെൻ എസ്കാർസ്, ഔട്ട് വാഷ് പ്ലെയിൻസ്, ഡ്രം ലിൻസ്, സ്റ്റോസ് ആൻഡ് ടെയിൽ. ഇത്രയും കാര്യങ്ങളാണ് ഇറോഷണൽ ലാൻഡ് ഫോംസ് ഓഫ് ഗ്ലേഷ്യേഴ്സിൽ വരുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് പറയുമ്പോൾ നിങ്ങൾക്കത് ഓർമ്മയിൽ വന്നോളും. എന്താണ് ഗ്ലേഷ്യൽ ടിൽ? ഗ്ലേഷ്യൽ ടിൽ എന്ന് പറഞ്ഞാലും മൊറൈൻ എന്ന് പറഞ്ഞാലും ഗ്ലേഷ്യേഴ്സ് കൊണ്ടുവരുന്ന സെഡിമെന്റ്സ് ആണ്.
നമുക്കറിയാം റിവർ കൊണ്ടുവരുന്ന സെഡിമെന്റ്സിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? അലൂവിയം എന്നാണ് വിളിക്കുന്നത്. അതുപോലെ ഗ്ലേഷ്യർ കൊണ്ടുവരുന്ന സെഡിമെന്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരുകളാണ് ടില്ലും മൊറൈനും. അപ്പോൾ ഗ്ലേഷ്യേഴ്സ് ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഡെപ്പോസിഷണൽ ലാൻഡ് ഫോമാണ് ടിൽ പ്ലെയിൻ. ടിൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഗ്ലേഷ്യേഴ്സിൻ്റെ സെഡിമെന്റ്സ് ആണ് ടില്ല്. അത് ഡെപ്പോസിറ്റ് ചെയ്തുണ്ടാവുന്ന പ്ലെയിൻ ആണ് ടിൽ പ്ലെയിൻ. അപ്പോൾ ടിൽ പ്ലെയിൻ ഒരു ഡെപ്പോസിഷണൽ ലാൻഡ് ഫോം ആണ്. ഇനി അടുത്തത് മൊറൈൻ. മൊറൈൻ എന്ന് പറയുന്നതും ഗ്ലേഷ്യൽ ഡെപ്പോസിറ്റ് തന്നെയാണ്. ഇനി ഈ മൊറൈൻ എവിടെ കാണുന്നു എന്നതിനനുസരിച്ച് ഇതിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യും. ഇപ്പോൾ മൊറൈൻസ് കാണുന്നത് ഒരു ഗ്ലേഷ്യൽ വാലിയുടെ 2 സൈഡുകളിലായിട്ടാണെങ്കിൽ അതിനെ നമ്മൾ ലാറ്ററൽ മൊറൈൻ എന്ന് പറയും. ലാറ്ററൽ എന്ന വേർഡിന്റെ അർത്ഥം തന്നെ എന്താണ്? അതായത് സൈഡ് അല്ലെ. അപ്പോൾ ഒരു ഗ്ലേഷ്യൽ വാലിയുടെ 2 സൈഡിലായിട്ടാണ് മൊറൈൻസ് അല്ലെങ്കിൽ ഡെപ്പോസിഷൻസ് കാണുന്നതെങ്കിൽ അതിനെ നമ്മൾ ലാറ്ററൽ മൊറൈൻ എന്ന് പറയും. ഇനി ഒരു ഗ്ലേഷ്യൽ വാലിയുടെ മിഡിലായിട്ടാണ് ഈ ഒരു ഡെപ്പോസിഷൻസ് കാണുന്നതെങ്കിൽ, മിഡിലായിട്ടാണ് ഡെപ്പോസിഷൻസ് ഫോം ചെയ്യുന്നതെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ഇതിനെ നമ്മൾ മീഡിയൽ മൊറൈൻ എന്ന് വിളിക്കും. ഇനി ഒരു ഗ്ലേഷ്യൽ വാലിയുടെ എൻഡിലായിട്ടാണ് ഡെപ്പോസിഷൻസ് കാണുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ടെർമിനൽ മൊറൈൻ. ടെർമിനൽ എന്ന് പറഞ്ഞാൽ അവസാനം എന്നാണ് അർത്ഥം. ഇപ്പോൾ ടെർമിനൽ മൊറൈൻ. ഇപ്പോൾ ഒരു ഗ്ലേഷ്യൽ വാലിയുടെ ലാസ്റ്റിൽ എൻഡിലാണ് കാണുന്നതെങ്കിൽ ഡെപ്പോസിറ്റ്സ് കാണുന്നതെങ്കിൽ അതിനെ നമ്മൾ ടെർമിനൽ മൊറൈൻ എന്ന് വിളിക്കും. അപ്പം ലാറ്ററൽ മൊറൈൻ എന്ന് പറഞ്ഞാൽ ഗ്ലേഷ്യൽ വാലിയുടെ 2 സൈഡിലും കാണുന്നത്, മീഡിയൽ മൊറൈൻ എന്ന് പറഞ്ഞാൽ ഗ്ലേഷ്യൽ വാലിയുടെ മിഡിലിൽ കാണുന്നത്, ടെർമിനൽ എന്ന് പറഞ്ഞാൽ ഗ്ലേഷ്യൽ വാലിയുടെ എൻഡിൽ കാണുന്നത്. ഇനി അടുത്തതാണ് ഗ്രൗണ്ട് മൊറൈൻ. ഒരു ഗ്ലേഷ്യൽ വാലി ഇങ്ങനെ ഒഴുകുന്നുണ്ടെങ്കിൽ ആ ഗ്ലേഷ്യൽ വാലിയുടെ ഉള്ളിൽ തന്നെ, ആ ഗ്ലേഷ്യൽ വാലിയുടെ ബെഡിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന സെഡിമെന്റ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഗ്രൗണ്ട് മൊറൈൻ എന്ന് വിളിക്കുക. അപ്പോൾ ഗ്രൗണ്ട് മൊറൈൻ എന്ന് പറഞ്ഞാൽ ഗ്ലേഷ്യൽ വാലിയുടെ തന്നെ അടിത്തട്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന സെഡിമെന്റ്സിനെയാണ് ഗ്രൗണ്ട് മൊറൈൻ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതാണ് എസ്കാർ. എസ്കാർ ആ പേരിൽ തന്നെ ഉണ്ട്. എസ്കാർ എസ് ഷേപ്പിലുള്ള അല്ലെങ്കിൽ സൈനസ് ഷേപ്പിൽ ഫോം ചെയ്യുന്ന റിഡ്ജ് ലൈക്ക് ഫോർമേഷൻസ് ആണ് എസ്കാർസ്. അപ്പോൾ എസ് ഷേപ്പിൽ അല്ലെങ്കിൽ സൈനസ് ഷേപ്പിൽ ഫോം ചെയ്യപ്പെടുന്ന റിഡ്ജ് ലൈക്ക് ഡെപ്പോസിഷൻസിനെയാണ് എസ്കാർസ് എന്ന് പറയുന്നത്. ഇത് ഗ്ലേഷ്യൽ വാലിയുടെ അടിത്തട്ടിലാണ് കാണുന്നത്. ഇനി അടുത്തതായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഡ്രംലിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴത്തുള്ളിയുടെ ഷേപ്പിൽ, ഡ്രോപ്പ് ലൈക്ക് ഷേപ്പിൽ, ഈ ഡ്രോപ്പ് ഷേപ്പിൽ കാണുന്ന റിഡ്ജ് ലൈക്ക് ഫോർമേഷൻസ്, അതായത് ഗ്ലേഷ്യൽ വാലിയുടെ അടിത്തട്ടിൽ തന്നെ കാണുന്ന ഒരു ഡ്രോപ്പ് ലൈക്ക് റിഡ്ജ് ഫോർമേഷൻസിനെയാണ് ഡ്രംലിൻസ് എന്ന് പറയുന്നത്. ഡ്രംലിൻസിനെ കുറിച്ച് പറയുമ്പോൾ ഡ്രംലിൻസിന് ഒരു ബ്ലെൻഡഡ് എൻഡ് ഉണ്ട്. അതിനെയാണ് നമ്മൾ സ്റ്റോസ് എന്ന് പറയുന്നത്. ഇനി അതിനൊരു ടേപ്പേർഡ് റീജിയൻ ഉണ്ട്, അതിനെയാണ് നമ്മൾ ടെയിൽ എന്ന് പറയുന്നത്. സ്റ്റോസ് എന്ന് പറഞ്ഞാൽ ആ ഒരു റൗണ്ട് പോർഷൻ, അത് ടേപ്പർ ചെയ്ത് വരുമ്പോൾ അതിനെ നമ്മൾ ടെയിൽ എന്ന് വിളിക്കും. ഇനി ഈ ഒരു ഡ്രംലിൻ്റെ ടെയിൽ കണ്ടാൽ നമുക്ക് ഗ്ലേഷ്യൽ ഫ്ലോ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് ഡ്രംലിൻ്റെ ടെയിൽ സൈഡിലോട്ടായിരിക്കും ഗ്ലേഷ്യൽ ഫ്ലോ ചെയ്തിരിക്കുക. അപ്പം ഇതുവരെ നമ്മൾ കുറേ ഗ്ലേഷ്യൽ ലാൻഡ് ഫോംസ് കണ്ടെങ്കിലും ആ ഗ്ലേഷ്യൽ ലാൻഡ് ഫോംസിലൊന്നും തന്നെ ആ ഗ്ലേഷ്യേഴ്സിൻ്റെ ഡയറക്ഷൻ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ ഡ്രംലിൻ്റെ ടെയിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഗ്ലേഷ്യറിൻ്റെ ഫ്ലോ എങ്ങോട്ടായിരുന്നു എന്നുള്ളത്. ആ ഡ്രംലിൻ്റെ ടെയിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഗ്ലേഷ്യൽ ഫ്ലോയുടെ ഡയറക്ഷൻ ആണ്. ഇനി ലാസ്റ്റ് ലാൻഡ് ഫോം ആണ് ഔട്ട് വാഷ് പ്ലെയിൻസ്. അതായത് ഒരു മൗണ്ടനിൽ നിന്ന് ഗ്ലേഷ്യേഴ്സ് പ്ലെയിൻസിലോട്ട് ഇറങ്ങുമ്പോൾ ഗ്ലേഷ്യേഴ്സ് ആ മൗണ്ടൻ്റെ ഫൂട്ട് ഹിൽസിൽ കുറേ ഡെപ്പോസിഷൻസ് ഇടും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഔട്ട് വാഷ് പ്ലെയിൻസ് എന്ന് വിളിക്കുന്നത്. ഔട്ട് വാഷ് പ്ലെയിൻസ് തന്നെ വേറെ ഒന്നുമില്ല, എവിടെയെങ്കിലും ഒരു മൗണ്ടൻ ഉണ്ടെങ്കിൽ ആ മൗണ്ടൻ്റെ
താഴെയായിട്ട് മൗണ്ടൻ്റെ താഴെയായിട്ട് ഗ്ലേഷ്യേഴ്സ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സെഡിമെൻസിനെയാണ് ഔട്ട് വാഷ് പ്ലെയിൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ലാൻഡ് ഫോംസ് ആണ് ഗ്ലേഷ്യൽ ലാൻഡ് ഫോംസിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഗ്ലേഷ്യൽ ലാൻഡ് ഫോംസിൽ വരുന്ന ഇറോഷണൽ ലാൻഡ് ഫോംസും ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസും നമ്മൾ നോക്കി. അതിൽ വരുന്ന ഇറോഷണൽ ലാൻഡ് ഫോമാണ് സിർക്ക്. സിർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് ഐസ് പൊട്ടിപ്പോയി കഴിയുമ്പോൾ അവിടെ ഫോം ചെയ്യുന്ന ഡിപ്രഷൻസ് ആണ് സിർക്ക്. ഈ സിർക്കിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണെങ്കിൽ അതൊരു ലേക്കായി മാറും. അതിനെ ടാൺ ലേക്ക് എന്ന് പറയുന്നു. ഇനി ഒരു മൗണ്ടൻ്റെ 4 ഭാഗത്തുനിന്നും സിർക്ക് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മിഡിൽ പോർഷൻ എലവേറ്റ് ചെയ്യപ്പെടും. അതിനെയാണ് നമ്മൾ ഹോൺ എന്ന് പറയുന്നത്. ഇനി ഒരു ഗ്ലേഷ്യർ പൊട്ടി അത് ഒഴുകിപ്പോകുന്ന വാലീസിന്, റൂട്ടിന് അല്ലെങ്കിൽ ചാനലിനെയാണ് ഗ്ലേഷ്യൽ വാലി എന്ന് പറയുന്നത്. അടുത്തായിട്ട് ഫിജോർഡ്സ് ആണ്. ഫിജോർഡ്സ് ഒരേ സമയം തന്നെ കോസ്റ്റൽ ലാൻഡ് ഫോമുമാണ് ഗ്ലേഷ്യൽ ലാൻഡ് ഫോമുമാണ്. അതായത് ഒരു മൗണ്ടൻ്റെ താഴെ ഓഷൻ ഉണ്ടെങ്കിൽ ആ മൗണ്ടനിൽ നിന്നൊരു ഗ്ലേഷ്യൽ വാലി വഴി താഴോട്ട് എത്തുന്നു. ആ ഗ്ലേഷ്യൽ വാലിയുടെ അടിത്തട്ടിൽ സീ വാട്ടർ ഇൻട്രൂഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള സ്ഥലങ്ങളെയാണ് ഫിജോർഡ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഇറോഷണൽ ലാൻഡ് ഫോമിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഡെപ്പോസിഷണൽ ലാൻഡ് ഫോമിൽ വരുന്നതാണ് ഗ്ലേഷ്യൽ ടിൽ ആൻഡ് ഗ്ലേഷ്യൽ മൊറൈൻസ്. ഗ്ലേഷ്യൽ ടിൽ എന്ന് പറഞ്ഞാലും ഗ്ലേഷ്യൽ മൊറൈൻ എന്ന് പറഞ്ഞാലും ഗ്ലേഷ്യൽ ഡെപ്പോസിറ്റ്സ് തന്നെയാണ്. ഇനി ഗ്ലേഷ്യൽ ടില്ല് കൊണ്ട് ഉണ്ടാവുന്ന പ്ലെയിൻസിനെയാണ് ടിൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ഗ്ലേഷ്യൽ മൊറൈൻസ് എവിടെ ഫോം ചെയ്യുന്നു എന്നതിൻ്റെ ബേസിസിൽ നമുക്കതിനെ പലതായിട്ട് തിരിക്കാം. ഒരു ഗ്ലേഷ്യൽ വാലിയുടെ 2 സൈഡിലുമാണ് ഉണ്ടാവുന്നതെങ്കിൽ അതിനെ നമ്മൾ ലാറ്ററൽ മൊറൈൻ എന്ന് വിളിക്കും. ഇനി ഗ്ലേഷ്യൽ വാലിയുടെ മിഡിലാണ് ഉണ്ടാവുന്നതെങ്കിൽ മീഡിയൽ മൊറൈൻ എന്ന് വിളിക്കും. ഗ്ലേഷ്യൽ വാലിയുടെ എൻഡിലാണ് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ അതിന് നമ്മൾ ടെർമിനൽ മൊറൈൻസ് എന്ന് പറയും. അടുത്തതായിട്ട് എസ്കാർസ് ആണ്. എസ്കാർസ് എന്ന് പറഞ്ഞാൽ സൈനസ് ഷേപ്പിലുള്ള അല്ലെങ്കിൽ എസ് ഷേപ്പിലുള്ള റിഡ്ജ് ലൈക്ക് ഫോർമേഷൻസ് അറ്റ് ദി ബോട്ടം ഓഫ് ഗ്ലേഷ്യൽ വാലീസ്. ഒരു ഗ്ലേഷ്യൽ വാലിയുടെ അടിത്തട്ടിൽ കാണുന്ന എസ് ലൈക്ക് ഫോർമേഷൻസ് അല്ലെങ്കിൽ സൈനസ് ലൈക്ക് ഫോർമേഷൻസിനെയാണ് എസ്കാർസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വരുന്ന ഒരു റിഡ്ജ് ലൈക്ക് സ്ട്രക്ചറാണ് ഡ്രംലിൻസ്. പക്ഷെ ഡ്രംലിൻസിൻ്റെ പ്രത്യേകത അതിൻ്റെ ഷേപ്പ് വാട്ടർ ഡ്രോപ്സിൻ്റെ ഷേപ്പാണ്. ഇനി അതിൻ്റെ റൗണ്ടഡ് പോർഷന് സ്റ്റോസ് എന്നും അതുപോലെ നാരോഡ് പോർഷന് ടൈൽ എന്നും വിളിക്കും. ഈ ഒരു ലാൻഡ് ഫോമിൻ്റെ പ്രത്യേകത ഇതിലെ ടൈല് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങോട്ടേക്കാണ് ആ ഒരു ഗ്ലേഷ്യർ ഒഴുകിയിരുന്നത്. ഫൈനലി നമുക്ക് പറയാനുള്ളത് ഔട്ട് വാഷ് പ്ലെയിൻസ് ആണ്. ഔട്ട് വാഷ് പ്ലെയിൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലേഷ്യൽ വാലിയിലൂടെ ഇറങ്ങി വന്ന് അത് നമ്മുടെ പ്ലെയിൻസിലോട്ട് കിടക്കുമ്പോൾ മൗണ്ടൻ്റെ ഫൂട്ട് ഹിൽസിൽ നിന്ന് ഇറങ്ങി വന്ന് പ്ലെയിൻസിലോട്ട് കിടക്കുമ്പോൾ ആ മൗണ്ടൻ ഫൂട്ട് ഹിൽസിൽ നിക്ഷേപിക്കുന്ന സെഡിമെൻസിനെയാണ് ഔട്ട് വാഷ് പ്ലെയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാസ്റ്റ് ടോപ്പോഗ്രഫി, ഇത് ഗ്രൗണ്ട് വാട്ടർ ടോപ്പോഗ്രഫി, അതുപോലെ ഗ്ലേഷ്യൽ ലാൻഡ് ഫോംസ് ആണ് ഡിസ്കസ് ചെയ്തത്. അടുത്ത ക്ലാസ്സിൽ റിമൈനിങ് ലാൻഡ് ഫോംസുമായിട്ട് കാണാം. അതുവരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.